എന്നെപ്പോലൊരു തിരുമണ്ടൻ ഈ ലോകത്തുണ്ടാവുമെന്ന് സംശയം തോന്നുന്ന നിലയിലാണ് ഇനിയത്തെ കാര്യങ്ങൾ. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 1993-94 കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സമയത്താണ് പന്തളത്ത് നടക്കുന്ന മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർമാരായി എന്നെയും സതീശിനെയും നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഷാജി വിളിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റും പ്രസംഗമൊക്കെയായി പൊടി പിടിച്ച് നടക്കുന്ന ഞങ്ങളെ നോക്കി നാട്ടുകാരും പരിചയക്കാരും പാർട്ടി നേതാക്കളുമൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കേട്ട് പൊങ്ങച്ചായി നടക്കുന്ന ആ സമയത്ത് എങ്ങനെ സിനിമയിലേക്ക് പോകാൻ തോന്നും? ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിച്ച വേളയിൽ പ്രവർത്തനം വിട്ട് എങ്ങനെ ഷൊർണൂരിൽ നിന്ന് നമ്മൾ പോകും എന്ന് സതീശനോട് ഞാൻ. വിജയേട്ടനെന്താ വട്ടുണ്ടോ? നമ്മൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു സിനിമ, അതും ഷാജി ഒലോക്കോട് അസിസ്റ്റൻസായി വിളിച്ചിട്ട് നല്ല പ്രൊഡ്യൂസറാണെന്ന് കൂടി കേട്ടറിഞ്ഞിട്ടും പോകില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ പോകും വിജേട്ടാ, വിജയേട്ടൻ വരുന്നുണ്ടെങ്കിൽ വന്നോ, അല്ലെങ്കിൽ ഞാൻ പോകും. ഇതാണ് സതീശൻ്റെ നിലപാട്. അങ്ങനെ സതീശൻ പന്തളത്തേക്ക് പോയി. ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ വട്ടുമായി ഷൊർണൂരിൽ നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജയിച്ചവരൊക്കെ കൗൺസിലർമാരെ അവരൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അനാഥനായി. രണ്ട് തരത്തിലാണത്. ഇപ്പോൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ കുട്ടികളെ ബസ്സിൽ കയറ്റാതെ വെയിലത്ത് നിർത്തിയത് കണ്ട സതീശൻ കൂടെ ഉണ്ടെങ്കിൽ ഞാനങ്ങ് ചെല്ലും. എന്നിട്ട് കണ്ടക്ടറോട് കുട്ടികളെ കയറ്റാൻ പറഞ്ഞ് ബഹളമാക്കുന്ന ആളുകൾ കൂടും, പോലീസ് വരും, കേസ്, അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കാൻ എനിക്കൊരു ബലമായിരുന്നു സതീശൻ. മറ്റൊരിക്കൽ ആലോചിക്കുന്നു, ഇങ്ങനെ കൂനത്തറ വഴി ഞങ്ങളൊരിക്കൽ ഒറ്റപ്പാലത്തേക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ അവസ്ഥകളുണ്ടാവുമല്ലോ. കൂനത്തറ എത്തിയപ്പോഴാണ് അന്ന് സ്കൂൾ എന്തോ സമരത്തിൻ്റെ ഭാഗമായി നേരത്തെ വിട്ടു. കുട്ടികൾ ഈ ഒരു 10-10:30 സമയത്ത് ഓടി വന്ന് ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ കണ്ടക്ടർ ഈ കയറുന്ന കമ്പിയിൽ നിന്ന് കുട്ടികളുടെ കൈ വിടുവിച്ച് തള്ളി പുറത്തേക്ക് വിട്ട് ബഹളം ഉണ്ടാക്കിയ. ഞങ്ങൾ ബസ്സിലുണ്ട്. പെട്ടെന്ന് സഹിച്ചില്ല. ഞങ്ങൾ ഈ കണ്ടക്ടർ ചൂടായി ബഹളം ഉണ്ടാക്കി ബസ്സിൽ നിന്നിറങ്ങി ബസ്സിൻ്റെ മുന്നിൽ കയറി അങ്ങ് നിന്നു. കൂനത്രയിൽ ആൾ കൂടി. ആ മുഴുവൻ കുട്ടികളെയും ബസ്സിൽ കയറ്റാതെ ബസ് കൊടുന്ന് പോകില്ലെന്ന് ഞാനും സതീശനും. അങ്ങനെ ഒടുവിൽ നാട്ടുകാർ കൂടി അവിടുത്തെ എന്തിനു പറഞ്ഞു, ഞങ്ങൾ രണ്ട് കതർധാരികളായിട്ട് കൂടി ആ ജംഗ്ഷനിലെ CIT തൊഴിലാളികൾ കൂടി ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആ കണ്ടക്ടർക്കെതിരെ പ്രശ്നമുണ്ടാക്കി. അവസാനം ഈ കുട്ടികളെ മുഴുവൻ കയറ്റി ഒറ്റപ്പാലത്തേക്ക് ബസ് പോകേണ്ടി വന്നു. ഞങ്ങളും അതേ ബസ്സിൽ പിന്നീട് യാത്ര തുടർന്നു. ഇത്തരം സമരങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് സതീശന് ഞാനും ബലമായിരുന്നൊരു കാലത്താണ് എന്നെ ഏകനാക്കി സതീശൻ സിനിമയ്ക്ക് പോയത്, ഞാനിവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നതും. അതിനേക്കാൾ സങ്കടമായത് അടുത്ത നാനാ വെള്ളിനക്ഷത്രം വാരികയിലൊക്കെ ആ പടത്തെക്കുറിച്ച് ഉള്ള റിപ്പോർട്ടുകളും അതിൽ പ്രൊഡക്ഷൻ മാനായി സതീശൻ്റെ ഫോട്ടോ ഒക്കെ വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുക. ഞാനങ്ങ് ഹതാശനായി. ദൈവമേ, ആ സതീശനെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വിളിച്ച സമയത്ത് ചെല്ലാത്ത എന്നെ എങ്ങനെ രണ്ടാമത് ഷാജി ഒലോക്കോട് വിളിക്കും? ഇങ്ങനെ ഗതികെട്ട ഒരു വല്ലാത്ത അവസ്ഥയിൽ തകർന്ന് അവശനായി